വാർത്തകൾ വിശദമായി നോക്കാം. ബിപ്രോജോയ് ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കാറ്റിലും മഴയിലും വ്യാപക നഷ്ടം. ഗുജറാത്തിലെ തീരമേഖലകളിലും സൗരാഷ്ട്ര കച്ച് മേഖലകളിലും അതിശക്തമായ കാറ്റും മഴയും തുടരുകയാണ്. കാറ്റഗറി 3 വിഭാഗത്തിൽപ്പെട്ട ചുഴലിക്കാറ്റായ ബിപ്പോർജോയ് ജക്കാവുവിൽ തീരം തൊട്ടതോടെ കനത്ത നാശനഷ്ടമാണ് ഗുജറാത്തിലുണ്ടായത്. 125 കിലോമീറ്റർ വേഗതയിൽ വീശിയ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകുകയും വൈദ്യുതി പോസ്റ്റുകൾ തകരുകയും ചെയ്തു. 940 ഗ്രാമങ്ങളിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായി നിലച്ചു. കാറ്റിലും മഴയിലും 22 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവുമുണ്ട്. ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാറ്റിന്റെ ശക്തി കുറയുന്നതായും ഉച്ചയോടെ ന്യൂനമർദ്ദമായി മാറുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. ഗ്രാമങ്ങളിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ്വാരക, മാണ്ഡവി, മോർബി എന്നീ ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ്. ചുഴലിക്കാറ്റ് മുന്നിൽ കണ്ട് 1 ലക്ഷത്തിലധികം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. ഗുജറാത്ത് തീരത്തിന് 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള 20 ഗ്രാമങ്ങളിലുള്ളവരും ഇതിലുൾപ്പെടുന്നു. 18 NDRF സംഘവും 12 സംസ്ഥാന ദുരന്ത നിവാരണ സേനയും സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. ചുഴലിക്കാറ്റ് കരതൊട്ടതിന് പിന്നാലെ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്രഭായ് പട്ടേലിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്ന് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. ഗുജറാത്തിൽ ജൂൺ 17 വരെ മത്സ്യബന്ധനം നിർത്തിവച്ചു. 99 ട്രെയിൻ സർവീസുകൾ ഞായറാഴ്ച വരെ നിർത്തിവച്ചു. വെള്ളിയാഴ്ച വരെ ജാംനഗർ വിമാനത്താവളത്തിലെ വിമാന സർവീസുകളും നിർത്തിവച്ചിരിക്കുകയാണ്. അതേസമയം രാജസ്ഥാനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബിപ്പോർജോയ്. രാജസ്ഥാനിലെത്തുന്നതോടെ ചുഴലിക്കാറ്റിന്റെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.